ദൃശ്യം 3 ബുക്കിംഗ് ഇന്ന് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. റെക്കോർഡ് വേഗത്തിലാണ് സിനിമ ട്രെൻഡിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മണിക്കൂറിൽ 5200 മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഓരോ മണിക്കൂറിലും 8000 മുകളിലുള്ള ടിക്കറ്റുകൾ ഈ സിനിമയുടേതായി വിറ്റുപോയിരുന്നു. ഇപ്പോൾ 211 മിനിറ്റിൽ ചിത്രം 80 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റുകളിൽ 1.5 കോടിയോ കളക്ഷൻ അപ്ഡേറ്റുകൾ വരും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് കുറയുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. തിയേറ്ററുകളിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല. ഇവിടെ ആളുകൾ വെയിറ്റിംഗ് ആണ്. ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ടിക്കറ്റ് കിട്ടാനില്ല. ഹൗസ്ഫുള്ളും ഓൾമോസ്റ്റ് ഫുള്ളുമാണ്. അതുകൊണ്ടാണ് ഈ ഉള്ള മണിക്കൂറുകളിൽ ടിക്കറ്റ് ബുക്കിംഗ് കുറയുന്നത്. ഇപ്പോൾ പുതിയ തിയേറ്ററുകളിൽ ചാർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചാർട്ട് ചെയ്യപ്പെടുന്ന തിയേറ്ററുകളിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹൗസ്ഫുള്ളിൻ്റെ പെരുമഴ തന്നെയാണ്. 10 ദിവസത്തിന് മുൻപേ ആയിട്ടാണ് കേരളത്തിൽ പ്രീസെയിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് അതിനോട് മുന്നോടിയായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. കേരളത്തിൽ ബുക്കിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദൃശ്യം 2.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. ആദ്യ ദിനം കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 5 കോടിക്ക് അടുത്തുള്ള കളക്ഷനാണ്. ഇപ്പോൾ തന്നെ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ്ങിൻ്റെ നമ്പർ 1 ആണ്. അപ്പോൾ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടിക്ക് മുകളിൽ സിമ്പിളായിട്ട് നേടിയിരിക്കും. വേൾഡ് വൈഡ് ആയിട്ട് 100 മുകളിലുള്ള ഫാൻ ഷോസ് ഇതിനു മുൻപായിട്ട് തന്നെ ചിത്രത്തിന് ചാർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇനി ഫാൻ ഷോസ് തുടങ്ങണമെങ്കിൽ ഫാൻസിന് ബുദ്ധിമുട്ടാണ്. കാരണം അല്ലാതെ തന്നെ സിനിമയ്ക്ക് ഇപ്പോൾ ടിക്കറ്റ് കിട്ടുന്നില്ല. ഏതൊക്കെ ഷോ തുടങ്ങുന്നു അപ്പോൾ തന്നെ ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്? ആർക്കൊക്കെ ടിക്കറ്റ് കിട്ടിയെന്നും കിട്ടിയില്ല എന്നും കമൻസിലൂടെ പറയണേ. എവിടെയാണ് നിങ്ങൾ സിനിമ കാണുന്നതെന്നും കമൻസിലൂടെ പറയുക. കൂടുതൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.